ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തിരിക്കുകയാണ് കേട്ടോ. തക്കുളനെ പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ആക്കി. അപ്പോൾ ഹോസ്പിറ്റലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ചായയും മണ്ണൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ പ്രസവത്തിനായിട്ട് പോവായി. നേരെ തക്കുളൂരിൽ ലേബർ റൂമിലാക്കിയിട്ട് ആ ഹോസ്പിറ്റലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ എന്തായാലും അത്യാവശ്യം സമയം കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ ചുറ്റിക്കറങ്ങി. കൊടുങ്ങല്ലൂരുള്ള EGM പണിക്കേഴ്സ് ഹോസ്പിറ്റലാണ് കേട്ടത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ പ്രസവത്തിൻ്റെയും കുട്ടികളുടെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കും കുറവാണ്. അപ്പോൾ വിമാനമാണ് ചറവാറ പോകുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ കറങ്ങിയ വീഡിയോ ഒക്കെ എടുത്തു. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേ അധികം സമയമായിട്ടോ. അങ്ങനെ കുറേ നേരമായി തക്കുളിന് പെയിൻ വരാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു കാത്തിരിക്കുന്നുണ്ടാകുന്നത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനോടില്ല ആ സന്തോഷ വാർത്ത എത്തിയിട്ടോ. അതെ, ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ സന്തോഷം വളരെ വലുതാണെങ്കിലും തക്കുളിനെ കാണാത്തതിന്റെ വിഷമം എനിക്കുണ്ട് കേട്ടോ. അന്ന് സിസേറിയനായിരുന്നു. തക്കുളിനെ പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാത്തിരിപ്പ് നീണ്ടു. രാത്രി 10:45 സമയത്താണ് തക്കുളിനെ പുറത്തിറക്കിയത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞതിഥി കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.